അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ടിന്റെ വീഡിയോ ആട്ടോ. അപ്പോൾ രണ്ട് കൈൻഡ് ഓഫ് ഫാബ്രിക്സിലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ ലിനൻ ഫാബ്രിക്കിനകത്തേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റം. ഇതിന്റെ യോക്ക് പോർഷനിലേക്കൊക്കെ ആയിട്ട് നെക്ക് ലൈനിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കും അതേപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറിയും കൂടെ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ്. ദുപ്പട്ടയും ഇതേപോലെ തന്നെ ഓൾ ഓവർ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റംസ്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡ്, ലൈറ്റ് ബ്ലൂ ആട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ടുണ്ട് ഇതിന്റെ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളിലേക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം വരുന്നത് ലൈറ്റ് ഒരു പീച്ച് ആൻഡ് പിങ്ക് ഒരു കോമ്പിനേഷനിലേക്ക്. നെക്സ്റ്റ് വൺ വരുന്ന ബേബി പിങ്ക് കോമ്പിനേഷനിലേക്ക് ആട്ടോ. അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് പിങ്കിന്റെ വരുന്നത് ഇങ്ങനെയാണ്. അതിനകത്തേക്ക് കുറച്ചും കൂടെ ഒരു വലിയൊരു കൈൻഡ് ഓഫ് ഒരു ഡാർക്ക് പിങ്കിലെയൊക്കെയാണ് ദുപ്പട്ടയിലേക്ക് പ്രിന്റുകൾ വന്നേക്കുന്നത്. ഇനി ഇതിന്റെ തന്നെ പീച്ചിന്റെ കോമ്പിനേഷനിലേക്ക് വരുന്നത് കുറച്ചും കൂടി ഒരു നിയോൺ പീച്ച് കളറിലേക്കാണ് ഇതിന്റെ ദുപ്പട്ടയുടെ ആ ഒരു പ്രിന്റുകൾ വന്നേക്കുന്നത്. ഈ ഒരു പാറ്റേണിലേക്കാണ്. ബോട്ടം വരുന്നത് ഷാൻഡോൺ ഫാബ്രിക്കിനകത്തേക്കാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് ആയിട്ടുള്ളൊരു ബേജ് കളറിലേക്കാട്ടോ. നമ്മുടെ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഒരു ബേജ് കോമ്പിനേഷനിലേക്കാണ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്തേക്ക് ദുപ്പട്ടയുടെ പ്രിന്റുകൾ വരുന്നത് നമ്മുടെ ഒരു ചിക്കു കളറിലേക്ക്, യെല്ലോ ആൻഡ് ഒരു ഗോൾഡൻ ചിക്കു കളറിലേക്കാട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു പാറ്റേണും കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ആദ്യം നമ്മൾ കണ്ട ഈ ഒരു ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1490 റേറ്റിലേക്കാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കോട്ട ഫാബ്രിക്കിനകത്തേക്ക് ക്രോസ് സ്റ്റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ തന്നെയാണ് 4 എണ്ണവും വരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് എന്താ പിങ്ക്, പീച്ച്, നമ്മുടെ ഒരു ടർക്കോയ്സ് ബ്ലൂ, മക്കോ ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡ്, ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഒരു ആ ഒരു ഫുൾ ഒരു നമ്മളൊരു പാനൽ എന്ന് പറഞ്ഞ ഒരു സെൻറ്ററിലേക്ക് വന്നേക്കുന്നത് ഫുള്ള് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പോലെ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ സൈഡിലേക്കായിട്ടും ഒരെണ്ണം ഇങ്ങനെ നിവർത്തി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് താഴെ ഹെം ലൈനിലേക്ക് വരുന്ന രീതിയിലേക്ക് വെക്കുകയാണെങ്കിൽ ഈ ഒരു ലേസ് വർക്ക്, ക്രോഷ്യോ ലേസ് വർക്ക് നമുക്ക് ഇതിൻ്റെ താഴേക്കായിട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട്, സെൻറ്ററിലേക്ക് മാത്രമല്ല സൈഡിലേക്കായിട്ടും ചെറിയ ചെറിയ ഒരു ഫ്ലോറൽ രീതിയിലേക്ക് ക്രോസ് സ്റ്റിച്ചിൻ്റെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1290 റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇതും നമുക്ക് വേണമെങ്കിൽ ഒരു സെമി ഒരു പാർട്ടി വെയർ ആയിട്ടൊരു ഫംഗ്ഷന് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന ഐറ്റമാണ്. ബോട്ടം വരുന്ന ഷാൻഡോൺ ബോട്ടമാണ്. ഇതിൻ്റെ ദുപ്പട്ടയുടെ ഈ ഒരു വൺ സൈഡിലേക്കായിട്ട് ഫുള്ളായിട്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വിത്ത് ക്രോഷ്യോ ലേസ് ഇങ്ങനെയാണ് വരുന്നത്. വൺ സൈഡിലേക്ക്, ഈ ഒരു വൺ സൈഡിലേക്കാണ് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത്. ബാക്കി ദുപ്പട്ടയുടെ ഫുൾ ഓൾ ഓവർ ഇതേപോലെ തന്നെ നമ്മൾ ടോപ്പിൻ്റെ സൈഡിലേക്ക് കണ്ടേക്കുന്ന രീതിയിലേക്ക് സെയിം തന്നെ ചെറിയൊരു ഫ്ലോറൽ രീതിയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ബാക്കി എല്ലാ സൈഡിലേക്കായിട്ടും ക്രോഷ്യോ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. സെയിം തന്നെ ഇപ്പോൾ ബാക്കിയെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു അക്വാ ബ്ലൂവും നമ്മുടെ ഒരു ടർക്കോയ്സും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ പീച്ച് കോമ്പിനേഷൻ, പീച്ച് ആൻഡ് ഒരു ലൈറ്റ് ഒരു വൈറ്റും ഓഫ് വൈറ്റും ഒക്കെ വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1290. അപ്പോൾ ഇതിനകത്ത് ഇനി ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ വെബ്സൈറ്റിനകത്ത് ചുരിദാർ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്തേക്ക് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലേക്കും.